ഇന്ന് സിമ്പിളായ ഒരു കടലക്കറി റെസിപ്പി കണ്ടാലോ? അതിനായി ആദ്യം തലേ ദിവസം കുതിർത്ത് വെച്ച കടല നന്നായി കഴുകി ഒരു കുക്കറിലേക്ക് ചേർക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞതും കൂടി ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കുക്കർ മൂടി നമുക്ക് കടല വേവിക്കാൻ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് ചേർക്കുന്നത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കുക്കറിൽ ഒരു 5 വിസിൽ കേട്ടപ്പോഴാണ് കടല വെന്തത്. നിങ്ങൾക്ക് കടല വേവുന്നത് വരെ വിസിൽ കേൾപ്പിക്കാം. അതിനുശേഷം വേറൊരു പാനിലേക്ക് കടു വറുക്കുക. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കടു വറുത്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർക്കുക. മുളക് പൊടി കുറച്ച് മതി, മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത്. മല്ലിപ്പൊടിയാണ് കടലക്കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. പൊടികൾ നന്നായി മൂപ്പിച്ച് അത് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും ഉണ്ടെങ്കിൽ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി കറിയിലേക്ക് ചേർക്കാം. കസ്തൂരി മേത്തി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. അത് തികച്ചും ഓപ്ഷണലാണ്.